സുഹൃത്തുക്കളെ, സൈഫു ആദ്യമായിട്ട് പോയ രാജ്യമായിരുന്നു സൗദി അറേബ്യ. എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട്, സൈഫിന്റെ ജീവിത കഥനെ കുറിച്ചൊന്ന് പറയുമോ എന്ന്. ഏകദേശം ഒരു 4-5 മിനിറ്റുള്ള ഒരു വോയിസിൽ മാക്സിമം തീർക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ആദ്യമായിട്ട് ഞാൻ സൗദി അറേബ്യയിൽ എൻ്റെ ഒരു 21ാമത്തെ വയസ്സിൽ ഞാൻ സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടൊരു രാജ്യം. സൗദി അറേബ്യ എന്ന രാജ്യത്തെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ജോലി ചെയ്യാൻ ഇനി 5000 റിയാൽ തന്നാലും സൗദി അറേബ്യ എന്ന രാജ്യത്തേക്ക് ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വരില്ല. അങ്ങനെ വരാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കട്ടെ. കാരണം ചൂടുള്ള കമ്പി ചൂടാക്കി വെച്ചതും ചാട്ട വയറിനെ കൊണ്ട് അടി കിട്ടിയതും, അന്ന് എൻ്റെ കൂടെ കമ്പനിയിൽ പണിയെടുത്ത് എല്ലാ വ്യക്തികളും ഇന്ന് ആ കമ്പനിയിൽ ഇല്ല. ഒരു വ്യക്തി മാത്രം, ഒരു മുസവ്വിർ, നിലമ്പൂർ പത്രിയാലുള്ളൊരു ചങ്ങാതിയാണ്. അവ ഇപ്പോൾ ആ കമ്പനിയിലുണ്ട്. പക്ഷേ ഞാൻ KFC ഡെലിവറി ഡ്രൈവറായിരുന്നു. സാധനം കൊണ്ടുപോകുന്ന സമയത്ത് അറബിച്ചക്കന്മാർ അടിക്കലും ഉപദ്രവിക്കലും സാധനം എടുത്ത് പോവലും അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവിച്ചു. അങ്ങനെ 2 വർഷം ആവാൻ സമയത്ത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഏകദേശം 2013-14 കാലഘട്ടങ്ങളിലാണ് തോന്നുന്നുണ്ട്, പാലക്കാടുള്ള മൂമിന എന്ന് പറഞ്ഞൊരു പെണ്ണ് മരണപ്പെടാൻ സാഹചര്യം. അതായത് ഭയങ്കര കൊടുങ്കാറ്റും മഴ പെയ്യലും. മക്കത്ത് അസീസിയ ഷിമാലിയയിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. ആ സമയത്ത് ഞാൻ ഡെലിവറിക്ക് സാധനം കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ വണ്ടി വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിപ്പോയി. അങ്ങനെ എന്നോട് പറഞ്ഞ് തലാത്ത അലിഫ് 500 ഫി കസാറ, അതായത് 3500 റിയാൽ എനിക്ക് മുക്കാലഫ കസാറ ചെലവുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കാരണത്താലല്ല വണ്ടി കംപ്ലൈൻ്റ് ആയത്. മഴ പെയ്തു, നമുക്ക് വണ്ടി തലയിൽ വെക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഞാൻ 2 കൊല്ലം സൗദി KFC അതുപോലെ അൽബേക്ക് അങ്ങനത്തെ കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർ 2 വർഷമൊക്കെ ജോലി ചെയ്ത് നമുക്ക് ബെനിഫിറ്റ് കിട്ടും. അങ്ങനെ ഈ 2 വർഷത്തെ എൻ്റെ ബെനിഫിറ്റ് 3800 റിയാലായിരുന്നു എനിക്ക് തരാനുള്ളത് കമ്പനി. അങ്ങനെ എന്നോട് അവർ കമ്പനി ഒരു മസ്ലിൻ്റെ കൂടുതൽ ഈജിപ്ഷ്യൻ പൗരന്മാരാണ് അതിലെ മുതിർമാർ. അങ്ങനെ ഞാൻ 3500 റിയാൽ കൊടുത്ത് അതിന് പുറമെ 1400 റിയാൽ ക്യാമറ. ആകെ അന്ന് എൻ്റെ ശമ്പളം 1200 റിയാലാട്ടോ. ഏകദേശം 2012-13 കാലഘട്ടങ്ങളിലാണ് തോന്നുന്നുണ്ട്. അങ്ങനെ 2 കൊല്ലം സൗദി അറേബ്യയിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട്. അതേപോലെ ഇനിയും എൻ്റെ ഈ വീഡിയോ കാണുന്ന ഡെലിവറിയൊക്കെ ചെയ്യുന്ന ചെക്കന്മാരുണ്ടാവും. ഡെലിവറിയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് സാധനം മേടിച്ചതിന് ശേഷം സാധനം നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ പൈസ മേടിച്ചതിന് ശേഷം സാധനം കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഡോറ് ക്ലോസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ചെക്കന്മാരാണെന്നുണ്ടെങ്കിൽ സാധനം എടുത്ത് പോകും. അങ്ങനെ പിന്നെ കമ്പനിക്ക് നമ്മൾ പൈസ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും. മനസ്സിലായില്ല നിങ്ങൾക്ക്? അങ്ങനെയൊക്കെ ഒരുപാട് അവിടെ കഷ്ടപ്പെട്ട് ലാസ്റ്റ് ഇതേപോലെ ഡെലിവറിക്ക് പോയ സമയത്ത് എനിക്ക് മറക്കാൻ കഴിയാത്തൊരനുഭവം, സിത്തൽ റൈഹാനി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മക്കത്ത്. അങ്ങനെ ഞാനവിടെ ഡെലിവറിക്ക് വേണ്ടി പോയ സമയത്ത് അവിടെ വീട്ടിലെ ചെക്കന് മാനസികമാണ്, അതെനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടുത്തെ പെണ്ണിനോട് പറഞ്ഞു, ഡോറ് തലാത്ത തുൽത്തുമിയ ഹംസ, അതായത് ഡോറ് 3-ൽ കയറിയിട്ട് ഫ്ലോർ 3-ൽ കയറി. അങ്ങനെ ഞാൻ സാധനം അവിടെ കൊടുത്ത സമയത്ത് എന്നോട് പറഞ്ഞു 5 റിയാൽ എൻ്റെ കയ്യിലില്ല. ഇപ്പം ഞാൻ ദിനാറുള്ള രാജ്യത്താണുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു എന്താ ചെയ്യുക, എനിക്ക് തോയിഫിലടുത്ത് ഓർഡർ ഉണ്ട്, ഞാൻ ഓർഡർ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റത്തില്ല, അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് സാധനം റിക്കവർ ചെയ്ത് സാധനത്തിൻ്റെ പൈസ നിങ്ങൾ മേടിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത സാധനം തണുത്ത് കഴിഞ്ഞാൽ കസ്റ്റമർ മേടിക്കത്തില്ല, പ്ലീസ് ഞാൻ പോയിക്കോട്ടെ, 5 റിയാൽ എനിക്ക് വേണ്ട. ഏകദേശം 5 റിയാൽ അന്ന് എത്ര വരും എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ ഞാനിത് വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ പെണ്ണ് അവളെ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞ് അവർ താഴോട്ട് വന്നു. അപ്പോൾ ഞാൻ എന്താക്കി വണ്ടി എടുത്ത് പോയപ്പം ഇവർ എൻ്റെ വണ്ടീനെ KFCൻ്റെ സ്റ്റിക്കർ ഉണ്ട്, അവർ ഫോളോ ചെയ്ത് എന്നെ പിടിച്ചിട്ടോട് ചോദിച്ചാൽ എനിക്ക് 5 റിയാൽ തരാണ്ട് വേണ്ട വെച്ച്. ഞാൻ പറഞ്ഞു 5 റിയാൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ തന്നാളിന്ന്. ഇയാൾ വണ്ടിയിൽ നിന്ന് ചാട്ടവയറെടുത്തിട്ട് തുടങ്ങി അടി. കുറേ തവണ ഞാൻ അടി കൊണ്ടു, ഏകദേശം ഒരു 4-5 അടിയോളം ഞാൻ കൊണ്ടു. പക്ഷെ കുറേ ഞാൻ ഓടി മാറി ശ്രമിച്ചു. നിവൃത്തില്ല എന്ന് കണ്ടപ്പം തിരിച്ചങ്ങോട്ട് കൊടുത്തു. സൗദി അറേബ്യയാണ് രാജ്യം, ശ്രദ്ധിക്കണം, അടിച്ചു കഴിഞ്ഞാൽ ചോര വരാൻ പാടില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തിരിച്ചടിച്ചു, നല്ല അടി, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിച്ചു. അങ്ങനെ അടിച്ചതിന് ശേഷം എനിക്ക് വണ്ടിയിൽ അവൻ പറഞ്ഞ അറബിയിൽ തെറി വിളിച്ചുകൊണ്ട് ഉമ്മക്കും ബാപ്പൊക്കെ വിളിച്ചു. ഞാൻ അതേപോലെ അങ്ങോട്ട് തിരിച്ചും വിളിച്ചു ആ സമയത്ത്. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് പോയി. ഇവന് അറബിച്ചക്കന്മാർ എന്ന് പറഞ്ഞാൽ വണ്ടി കറക്കാനും തിരിക്കാനും വണ്ടി 2 ചക്രത്തിന്മേൽ ഓടിക്കാനൊക്കെ ഭയങ്കര മിടുക്കന്മാരാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും ഓടിച്ചു. ഹൈവേ റോഡിൽ കയറി, തോയിഫ് ടു മക്ക ഹൈവേ റോഡിൽ കയറി വിടുന്ന സമയത്ത് ഇവൻ്റെ പുറകിൽ വന്നിട്ട് എൻ്റെ വണ്ടിക്ക് തട്ടിയില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ എന്ത് പണി ചെയ്ത്, ഈ ഭാഗത്ത് ഇവിടെ നമുക്ക് സ്റ്റാറിങ് ഇപ്പുറത്തെ സൈഡിലാണല്ലോ വരിക, സിഗ്നലിലെത്താൻ നേരത്തെ ഓൻ്റെ ഡോറിൻ്റെ സൈഡിലേക്ക് കയറ്റുമെന്ന് കണ്ടപ്പോൾ ഞാൻ ഓനക്ക് കയറാൻ പറ്റാത്ത കോലത്തിൽ ഞാൻ വണ്ടി നിർത്തി, സിഗ്നലിൽ നിർത്തി ഇറങ്ങി ഓടിയിട്ട് ഞാൻ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിൽ ഒളിച്ച് നിൽക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു അറബി പൗരൻ, ഏത് രാജ്യം സൗദി എന്നാണോന്നറിയില്ല, അവരാണ് ഇന്ന് രക്ഷപ്പെടുത്തിയത്. അതോടുകൂടി ഞാൻ സൗദി അറേബ്യ ഞാൻ
ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മടുത്തു പോകുന്നൊരു രാജ്യമാണ്.